നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അച്ഛൻ മകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും മകള് കുരുങ്ങുന്നു, അച്ഛനും കുരുങ്ങും എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. പറഞ്ഞു വന്നത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ കുറിച്ചും അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള വീണ വിജയനെ കുറിച്ചുമാണ്. ഒന്നല്ല, രണ്ടല്ല, 3 തവണ. മൂന്നാമത്തെ തവണയും മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകളെ ഇഡി ചോദ്യം ചെയ്തു കഴിഞ്ഞു. പക്ഷേ ചോദിച്ചറിയേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ ചോദിച്ചറിഞ്ഞിട്ടും വീണ്ടും ഇത്തരം ചോദ്യം ചെയ്യൽ നടത്തുന്നത് അത് വീണയെ മാനസികമായി തളർത്താനും പിണറായിയെ തകർക്കാനുമാണെന്നാണ് CPM അനുകൂലികളുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വാദം. കേസുമായി ബന്ധപ്പെട്ട് പിണറായിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ ഇഡി റെയ്ഡിനെത്തിയ സമയത്ത് ആ അന്വേഷണ സംഘത്തെ ആക്രമിച്ച പാർട്ടി പ്രവർത്തകരും പറഞ്ഞത് ഇതേ രീതിയിൽ തന്നെയാണ്. ലക്ഷ്യം പിണറായിയാണ്, പിണറായിയെ തകർക്കലാണ് ഇവരുദ്ദേശിക്കുന്നത് എന്ന്. പക്ഷേ ഇവിടെയാണ് ഒരു സുപ്രധാനപ്പെട്ട ചോദ്യം നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു സുപ്രധാനപ്പെട്ട ചോദ്യത്തിന്റെ പ്രസക്തി. മടിയിൽ കനമില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഭയം? സത്യമായി പറയാൻ ആർജവമുണ്ടെങ്കിൽ 3 അല്ല 10,000 വട്ടം ചോദിച്ചാലും ഉത്തരം ഒന്നേ ഉണ്ടാകൂ. പക്ഷേ സഖാക്കളെ, ഇവിടെ അതല്ലല്ലോ അവസ്ഥ. ഓരോ തവണ ചോദ്യം ചെയ്യാൻ എത്തുമ്പോഴും മറുപടികൾ പലതരത്തിൽ, പരസ്പര വിരുദ്ധമായിട്ടുള്ള മറുപടികൾ. ഒരു കള്ളം പലയാവർത്തി ഒരേപോലെ ആവർത്തിച്ച് പറയാൻ സാധിക്കില്ല എന്നതുപോലെയാണ് വീണയുടെ ഉത്തരങ്ങൾ. ഇവിടെ വീണയെ 3-ാം തവണയും 4-ാം തവണയും ചോദ്യം ചെയ്യുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്നാണ്. നിങ്ങൾ അവകാശപ്പെടുന്നത് പോലെ വീണയെ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യലുകൾ മാനസികമായി തളർത്തിയേക്കാം. അതുവഴി ഇവരൊക്കെ ഭയന്നതുപോലെ, പിണറായി എന്തിനെയാണോ മൂടിവെക്കാൻ ശ്രമിക്കുന്നത് അതിനൊക്കെ തന്നെ തിരിച്ചടിയായി മാറിയേക്കാം. മാസപ്പടി കേസിന്റെ യഥാർത്ഥ കഥകൾ ഒരുപക്ഷെ പുറത്തു വരാനുള്ള സാധ്യതകളുമുണ്ട്. എന്തായാലും ഇതിന് ഇനി അത്ര നാൾ കാത്തിരിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് നിലവിലത്തെ ഇഡി അന്വേഷണം കാണുമ്പോൾ തോന്നുന്നത്. ഇഡി ഉദ്യോഗസ്ഥർ കേസ് അതിവേഗം അവസാനിപ്പിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളിലുമാണ്. പണ്ട് അന്വേഷണ സംഘത്തിന് പ്രധാന തടസ്സമായി നിന്നിരുന്നത് പിണറായി ഭരിക്കുന്ന സർക്കാരാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്നതാണെങ്കിൽ ഇന്ന് ആ പ്രതിസന്ധിയുമില്ല. കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരാണ്. ആയതിനാൽ ആ അന്വേഷണത്തിന് വേഗത കൂടാനാണ് സാധ്യത. അന്വേഷണത്തിലുള്ള മുന്നിലുള്ള പ്രതിസന്ധികളെല്ലാം തന്നെ മറികടന്ന് ഇഡി അന്വേഷണ സംഘം മുന്നോട്ടു പോകുമ്പോൾ ഇനി ഈ 4-ാം തവണയുള്ള ചോദ്യം ചെയ്യലിൽ പിണറായിയും വീണയും ഒക്കെ കുരുങ്ങാനുള്ള സാധ്യത എന്നുള്ളതാണ് വിലയിരുത്തൽ. എന്തായാലും മകളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച അച്ഛനും ഒരുപക്ഷെ ഈ കുരുക്കിൽ കുരുങ്ങാനുള്ള സാധ്യതകളുണ്ട് എന്ന് ചില നിരീക്ഷണങ്ങൾ പുറത്തേക്ക് വരുന്നു. പിണറായിയിലേക്കും അന്വേഷണം പോകുന്നു എന്ന സൂചന കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. CMRL എക്സാലോജി കേസിൽ അന്വേഷണം 1-ാം പിണറായി സർക്കാരിലേക്കും വ്യാപിപ്പിക്കണമെന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം എന്നായിരുന്നു ആ സൂചനകൾ. വീണയ്ക്ക് CMRLുമായി കരാർ തരപ്പെട്ടത് എങ്ങനെയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം പോകുന്നത്. പിണറായി സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് CMRLന് എന്തെങ്കിലും വഴിവിട്ട സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ്. വീണയുടെ മൊഴികളിൽ ഇപ്പോഴും പൊരുത്തക്കേടുകളുണ്ട് എന്നാണ് ഇഡി വ്യക്തമാക്കുന്നത്. CMRL എക്സാലോജി കേസുമായി ബന്ധപ്പെട്ട 2-3 തവണ നിലവിൽ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ മകൾ വീണയെ ഇഡി ചോദ്യം ചെയ്തു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിൽ 9 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു. ചോദ്യം ചെയ്യലിൽ വീണയുടെ മൊഴികളിൽ പൊരുത്തക്കേടുകളുണ്ട് എന്നാണ് ഇഡി വ്യക്തമാക്കുന്നത്. അതിനാൽ ഇവരെ വീണ്ടും അടുത്ത ആഴ്ച ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. CMRLും എക്സാലോജിക്കും തമ്മിൽ എങ്ങനെ കരാറിൽ എത്തി എന്നതാണ് ഇഡി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. എന്നാൽ ഇത് വ്യക്തമായ മറുപടി നൽകാൻ വീണ ഇതുവരെ തയ്യാറായിട്ടില്ല. മാത്രമല്ല CMRLിൽ നിന്ന് 2.78 കോടി രൂപ എങ്ങനെ വിനിയോഗിച്ചു എന്നതിനെക്കുറിച്ചും വീണയ്ക്ക് നിലവിൽ വ്യക്തമായ മറുപടിയില്ല. CMRLും എക്സാലോജിക്കും തമ്മിൽ ഏത് സാഹചര്യത്തിലാണ് കരാറിൽ ഏർപ്പെട്ടതെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിലാണ് 1-ാം പിണറായി സർക്കാരിലേക്ക് കൂടി അന്വേഷണങ്ങൾ നീങ്ങുന്നത്. ആ കാലത്ത് CMRLന് എന്തെങ്കിലും വഴിവിട്ട സഹായം സർക്കാരിൽ നിന്ന് ലഭിച്ചോ എന്നാണ് അന്വേഷിക്കേണ്ടത്. അങ്ങനെ സഹായം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പ്രത്യുപകാരമായിട്ടാണോ ഈ പറയുന്ന കരാർ ലഭിച്ചത് എന്നതും അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചു വരികയാണ്. വീണയുടെ സ്വത്ത് വിവരങ്ങളെ കുറിച്ചും ഇഡി അന്വേഷണങ്ങൾ നടത്തി വരുന്നു. CMRLന് ഒരു സേവനവും എക്സാലോജിക് നൽകിയിട്ടില്ലെന്നാണ് നിലവിലത്തെ സൂചന. അതുകൊണ്ട് തന്നെ ഇല്ലാത്ത സേവനത്തിനാണ് വീണ പണം കൈപ്പറ്റിയിട്ടുള്ളത് എന്ന് വ്യക്തം. ഇത് എന്തിനായിരുന്നു എന്നതാണ് ഇഡി അന്വേഷിക്കുന്നത്. അന്വേഷണത്തിന് സംസ്ഥാന സർക്കാരും ആവശ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കേസ് ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാനും ഈ പറയുന്ന വീണ വിജയനടക്കം കുരുങ്ങാനുമുള്ള സാധ്യതകളുണ്ട്. മാസപ്പടിയിൽ ഒത്തുതീർപ്പിനുള്ള ശ്രമങ്ങൾ നടന്നുവെന്നും അന്വേഷണം അവസാനിക്കുന്നതുവരെ പിണറായി മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ
നിൽക്കരുത് എന്നുമൊക്കെയായിരുന്നു തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്തും വി.ഡി. സതീശൻ പറഞ്ഞിരുന്നത്. ഇപ്പോൾ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുന്നു, പിണറായി പ്രതിപക്ഷ സ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോഴും സമാന രീതിയിൽ സമാന കേസ് ശക്തമായിട്ട് അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് മകളുടെ ഷെൽ കമ്പനിയിലേക്ക് കോടിക്കണക്കിന് രൂപ പ്രവഹിച്ചത് എന്നതാണ് പ്രതിപക്ഷ നേതാവായിരുന്ന കാലം മുതൽ വി.ഡി. സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളം ഭരിക്കുന്നത് അഴിമതി സർക്കാരാണ് എന്ന് UDF വാദങ്ങൾ ഉന്നയിച്ചിരുന്നു. അത്തരം വാദങ്ങൾ ശരിവെക്കുന്ന സംഭവങ്ങളാണ് പിന്നീട് അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ വ്യക്തമായതും. എക്സാലോജി കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടരാമെന്ന് കാട്ടിയിട്ടുള്ള കർണാടക ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിന്റെ 20-ാം പേജിൽ മാസപ്പടി വിവാദം ഉണ്ടാകുന്നതിന് മുൻപ് 2021 ഒക്ടോബർ 1 കർണാടകത്തിലെ രജിസ്ട്രാർ ഓഫ് കമ്പനി എക്സാലോജിക്കിനോട് വിശദീകരണം ചോദിച്ചതായിട്ടാണ് വ്യക്തമായത്. എക്സാലോജി കമ്പനിയിലേക്ക് വിവിധ ചാരിറ്റബിൾ സ്ഥാപനങ്ങളും കമ്പനികളും എല്ലാ മാസവും പണം അയക്കാറുണ്ടായിരുന്നു എന്നും ആരാണ് ഈ പണം അയച്ചതെന്ന് വ്യക്തമാകണമെന്നുമുള്ള ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എക്സാലോജിക്കിന് കത്ത് നൽകിയതെന്നാണ് ആ വിധിയിൽ പറയുന്നത്. CMRL മാത്രമല്ല മറ്റു പല സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർ എല്ലാ മാസവും പണം അയച്ചിട്ടുണ്ട് എന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു സർവീസും നൽകാതെ ഈ കമ്പനിയിലേക്ക് എങ്ങനെ പണം ലഭിച്ചു എന്നുള്ളതാണ്. അങ്ങനെ സംശയങ്ങൾ ഒട്ടനവധിയുള്ള കേസാണ് മാസപ്പടി. ഈ കേസ് ഇനി ഈ പറയുന്നത് പോലെ ലാവ്ലിൻ കേസ് പോലെ ആകുമോ എന്നുള്ള ആശങ്കയും ചിലത് ഉണ്ട്. അതായത് നീണ്ട് ഈ കേസ് അങ്ങോട്ട് പോകുമോ എന്നുള്ള സംശയം. കാരണം 4 തവണയോളം ചോദ്യം ചെയ്യൽ അങ്ങനെ വിളിപ്പിച്ചിട്ടും യാതൊരു കുലുക്കവുമില്ലാതെയാണ് വീണ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്നത്. അതിനർത്ഥം ഏതോ സിനിമയിൽ പറഞ്ഞതുപോലെ ആ സത്യം എന്നോടൊപ്പം മണ്ണിലലിഞ്ഞ് ഇല്ലാതായിക്കോട്ടെ എന്നുള്ള തീരുമാനമാണോ എന്നുള്ളതാണ്. ആ മകളെ രക്ഷിക്കാൻ ആ അച്ഛൻ ഏതറ്റം വരെയും പോകുമെന്നതാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും സംശയം. എന്തായാലും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയിലെ 3 തവണ അടക്കം ചോദ്യം ചെയ്തിട്ടും ഇതുവരെ സൂചനകളൊന്നും ലഭിച്ചില്ലെന്നാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം 19 മണിക്കൂർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിനായിട്ട് വീണയെ വിളിപ്പിച്ചിരുന്നുവെങ്കിലും മാസപ്പടി കേസിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു വിവരം ഈ ചോദ്യം ചെയ്യലിലൂടെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സൂചന. വീണ്ടും ചോദ്യം ചെയ്യലിനായിട്ട് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുകയാണ്. 4-ാം ഘട്ട ചോദ്യം ചെയ്യൽ അടുത്ത ആഴ്ച നടക്കുമെന്നാണ് സൂചന. കരിമണൽ കമ്പനിക്ക് പിണറായി വിജയനുമായി ബന്ധമുണ്ടോ? സേവനം ലഭിക്കാത്ത മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം നൽകിയത് ഭരണത്തിൽ സ്വാധീനം ചെലുത്തിയ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ആസൂത്രണ ശ്രമമായിരുന്നു എന്നീ കാര്യങ്ങളടക്കം ഉന്നയിച്ചുകൊണ്ടായിരിക്കും ED ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളതെന്നാണ് സൂചന. CMRLൽ നിന്ന് വീണയുടെ കമ്പനിക്ക് ലഭിച്ചിട്ടുള്ള 2.78 കോടിയുടെ വിനിയോഗം കാര്യമായ പ്രവൃത്തി പരിചയമില്ലാത്ത സാഹചര്യമായിരുന്നിട്ടും CMRL കമ്പനിയുടെ കരാർ വീണയ്ക്ക് എങ്ങനെ ലഭിച്ചു തുടങ്ങിയവയിൽ വ്യക്തത വന്നിട്ടില്ല. കൈപ്പറ്റിയ പണത്തിന്റെ വിനിയോഗം എംപവർ ഇന്ത്യ സ്ഥാപനത്തിൽ നിന്ന് 50 ലക്ഷം വായ്പ എടുത്ത സാഹചര്യം, ഈ പണത്തിന്റെ തിരിച്ചടവ് വീണ്ടും വായ്പ വാങ്ങിയ സാഹചര്യം, വീണയ്ക്ക് അബുദാബിയിലുണ്ടായിരുന്ന ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള സാമ്പത്തിക ഇടപാടുകൾ, സ്വത്തുക്കൾ, നിക്ഷേപങ്ങൾ, എക്സാലോജി കമ്പനി പ്രവർത്തനം നിർത്തിയ സാഹചര്യം തുടങ്ങി ഇതിനകം ശേഖരിച്ച വിവരങ്ങൾ മുൻനിർത്തിയുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്ന വ്യാഴാഴ്ച EDയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്നാണ് സൂചനകൾ. ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്താണ് വീണയും എക്സാലോജിക്കുമായി CMRL കരാറിലെത്തുന്നത്. 2019 പ്രളയശേഷമാണ് തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനത്തിന് അനുമതി ലഭിക്കുന്നത്. സേവനം നൽകാതെ പണം വാങ്ങിയതിന് വ്യക്തവും കൃത്യവുമായിട്ടുള്ള വിശദീകരണം നൽകാൻ വീണയ്ക്ക് കഴിഞ്ഞിരുന്നു എങ്കിൽ ഈ ചോദ്യം ചെയ്യലിൽ അടുത്ത നടപടി ഉണ്ടാകില്ലായിരുന്നു. പക്ഷേ അതിന് വീണയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ ED അടുത്ത നടപടികളിലേക്ക് കടക്കും എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ 3 തവണയോളം വീണയെ ചോദ്യം ചെയ്തു കഴിഞ്ഞു. തിരുവനന്തപുരത്തെ വസതിയിലും പിന്നീട് കൊച്ചിയിലെ ഓഫീസിലും നടന്ന ചോദ്യം ചെയ്യലുകളിൽ 9 മണിക്കൂറുകളോളം ED സംഘം വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് വ്യാഴാഴ്ച 10 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ നടന്നത്. തിങ്കളാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് വീണയ്ക്ക് ED നോട്ടീസ് നൽകിയിരിക്കുന്നത്. തിങ്കളാഴ്ച അസൗകര്യമുണ്ടെന്ന് അറിയിച്ചതിനെ തുടർന്ന് വ്യാഴാഴ്ച ഹാജരാക്കുകയായിരുന്നു. വീണ നൽകിയിട്ടുള്ള മൊഴികൾ വസ്തുതാപരമാണോ എന്ന് പരിശോധിക്കുന്നതിന്റെ ഭാഗമായി CMRL ഡയറക്ടർമാരായിട്ടുള്ള ശരൺ എസ് കർത്ത, ജയ എസ് കർത്ത, ഷിബി എസ് കർത്ത എന്നിവരെയും CMRLന്റെ പ്രധാന ഉദ്യോഗസ്ഥരെയും കഴിഞ്ഞ 2 ആഴ്ചകളിലും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇവരുടെ മൊഴികളിലും വീണയുടെ മൊഴികളിലുമുള്ള പൊരുത്തക്കേടുകൾ SFIO രേഖകളുടെ കൂടിയ അടിസ്ഥാനത്തിൽ പരിശോധിച്ചതായിരിക്കും ED വീണയെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോകുന്നത്. എന്തായാലും വലിയ കുരുക്ക് പിണറായിക്കും മകൾക്കും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് EDയുടെ ഈ ശക്തമായിട്ടുള്ള അന്വേഷണത്തിന് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്.